പലപ്പോഴും നമുക്കറിയാം, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇങ്ങനെ പല സമയത്തും പല പ്രോഗ്രാമുകൾ വരാറുണ്ട്, പല സമയത്തും പല കോണ്ടസ്റ്റുകളും വരാറുണ്ട്. പക്ഷെ എന്റെ 10 കൊല്ലത്തെ അനുഭവത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു കോണ്ടസ്റ്റും ഒരു പ്രോഗ്രാമും ഒരുമിച്ച് വരുന്നത്. എന്റെ ഈ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഒരുമിച്ച് വന്നിട്ടില്ല, രണ്ടും കൂടി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ച വ്യക്തിയാണെങ്കിൽ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട യഥാർത്ഥ ടൈം ഈ സമയമാണ്. കാരണം കോണ്ടസ്റ്റ് അടിക്കുന്ന ബീവി തന്നെ മതി നെക്സസിലേക്ക്. ആണോ അല്ലേ? ആണോ അല്ലേ? 3.5 ലക്ഷം ബീവി, 3.25 ലക്ഷം ബീവി മാച്ച് ചെയ്ത തായ്ലാൻഡ് പഠിക്കാം, നെക്സസിന് പിന്നെ തായ്ലാൻഡിൽ നിന്ന് വന്നിട്ടുമുണ്ട് 2 മാസം. ആണല്ലേ? അല്ലെങ്കിൽ മീൻസ് തായ്ലാൻഡ് കഴിഞ്ഞിട്ടും വീണ്ടും 2-3 മാസം വീണ്ടും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ആദ്യം കോണ്ടസ്റ്റ് പ്ലാൻ ചെയ്യുക. ഓട്ടോമാറ്റിക് എന്ത് വന്നോളും? നെയ്യപ്പം നിന്ന 2 കാര്യം എന്ന് പറയുന്ന പോലെ ഇപ്പൊ ബീവി കയറ്റിയ 2 കാര്യമാണ്. 2 കാര്യമല്ല, കാശും കിട്ടും. ആണോ അല്ലേ? അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഞങ്ങളിത് പറയുമ്പോ, പണ്ട് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഓഫീസില്ല, കേരളത്തിൽ ഔട്ട്ലെറ്റ് ഇല്ല, കേരളത്തിൽ 1000 രൂപ മേടിച്ചാൽ അച്ചീവർ ഇല്ല. ഇതൊന്നുമില്ലാത്ത സമയത്ത് ഒരു കോണ്ടസ്റ്റ് വന്നു. അന്ന് കമ്പനിയുടെ സൈറ്റിൽ കേരളമില്ല. ഏത് നമ്മൾ സൈറ്റ് ID രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കേരളമില്ല. ഞങ്ങളാരാ മക്കള്? ഞങ്ങൾ തമിഴ്നാട് അഡ്രസ് മുഴുവൻ മേലെ അടിക്കും. ഏത്? നമ്മൾ അഡ്രസ് അടിക്കുന്ന കോളത്തിൽ സ്റ്റേറ്റ് വരെ അടിക്കും, പിൻകോഡ് വരെ. എന്നിട്ട് സ്റ്റേറ്റ് നമ്മൾ തമിഴ്നാട് സെലക്ട് ചെയ്യും. എന്നിട്ട് തമിഴ്നാട്ടിൽ ഒരു പിൻകോഡ് താഴെ കൊടുക്കും. തമിഴ്നാട്ടിലെ പിൻകോഡ് വെച്ചിട്ട് ID രജിസ്റ്റർ ചെയ്യുന്ന ആളുകളാണ് ഞാനും സത്യഭാഷൻ ഷായി സാറും ഞങ്ങൾ തുടക്കത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ലേബറും. എന്നിട്ട് കോയമ്പത്തൂരും ബാംഗ്ലൂരും പോയി പ്രോഡക്റ്റ് എടുത്തിട്ടാണ് കേരളത്തിൽ കൊണ്ടിരുന്നത്. ഇന്നത്തെ പോലെ 5-6 ബ്രാൻഡൊന്നും ഇല്ല കേട്ടാ, 2 ബ്രാൻഡ്, ഒന്ന് ഓണാൻഡോണും ഒന്ന് എലവൻസും. ഇതുപോലെ 100 കണക്കിന് പ്രൊഡക്റ്റ് ഒന്നുമില്ല, ആകെ 10-14 പ്രൊഡക്റ്റ് ഉണ്ട്. അത് തന്നെ ഇവിടെ ആളുകൾക്ക് ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരുവിധം ഇങ്ങനെ പറഞ്ഞ്, ഞങ്ങൾ ബിസിനസ് പറയുന്ന ആളുകൾ മുഴുവൻ നെഗറ്റീവ് അടിക്കുന്നു, ഞങ്ങളെ കളിയാക്കുന്നു. ഒന്നും നടക്കാതെ ഇരിക്കുന്ന സമയത്താണ് കോണ്ടസ്റ്റ് വരുന്നു. അവസരം സത്യഭാഷ സംസാരിക്കുന്നത് സാധാരണ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല, ചില കാര്യങ്ങൾ ചെയ്ത് കാണിക്കണം. ഞാൻ പറഞ്ഞ ആണാണ് ശരി. അങ്ങനെ ഞങ്ങൾ കോണ്ടസ്റ്റ് അടിക്കാൻ തീരുമാനിച്ചു. കോമഡി എന്താണെന്നറിയും? ടീമൊന്നുമില്ല, ആകപ്പാടെ വിളിച്ചു കൂട്ടി 20-30 ആളുകൾ ഒരു മീറ്റിങ്ങിന് കൊണ്ടുവരാൻ പെടുന്ന പാട് ഞങ്ങൾക്കറിയാം. ആ സമയത്ത് ഞങ്ങൾ കോണ്ടസ്റ്റ് അടിക്കാൻ തീരുമാനിച്ചു. അന്നത്തെ BV എത്രയാണെന്നറിയോ? 4.5 ലക്ഷം BV. മാസം എത്രയെന്നറിയോ? 3 മാസം 12 ആഴ്ച. എനിക്ക് അതുവരെ 1 ലക്ഷം BV മാറ്റായിട്ടില്ല, നിങ്ങൾ ഓർക്കണം. പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചു, കോണ്ടസ്റ്റ് അടിക്കാൻ തീരുമാനിച്ചു. അന്ന് സത്യഭാഷ പറഞ്ഞത് സൽമാൻസ് കോട്ടേജിലെ 3ാമത്തെ നിലയിൽ മാസം 800 രൂപ വാടകയ്ക്ക് ഒരു AC മുറി എടുത്തു. പിന്നെ 800 രൂപയ്ക്ക് AC മുറി. ആകെ ഉള്ളത് ഒരു മേശ, ഒരു ഒടിഞ്ഞ കട്ടിലും. ആണല്ലോ, ഊണുമില്ല, ഉറക്കമില്ല, ഒറ്റ ചിന്ത കോണ്ടസ്റ്റ് അടിക്കണം. അങ്ങനെ തീരുമാനിച്ചു. രസകരമായ കാര്യം എന്താണെന്നറിയൂ? കമ്പനി 3 മാസത്തേക്ക് വെച്ച കോണ്ടസ്റ്റ് 1ാമത്തെ മാസം കേരളത്തിൽ ആദ്യമായി ഞാൻ ആ കോണ്ടസ്റ്റ് അച്ചീവറായി. ഫസ്റ്റ് മന്ത് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇന്ത്യയിലെ 2nd അച്ചീവർ സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റാണ് ഞാൻ. പിറ്റത്തെ ആഴ്ച സോമകുമാർ സാർ അച്ചീവർ, പിറ്റത്തെ ആഴ്ച സത്യഭാഷ അച്ചീവർ. ഞങ്ങൾ 3 പേര് കോണ്ടസ്റ്റ് അടിച്ചപ്പോ ഞങ്ങൾ ഞെട്ടി. പക്ഷെ ഞങ്ങൾ മാത്രമല്ല ഞെട്ടിയ, കമ്പനി ഞെട്ടി. അന്ന് ആദ്യമായിട്ട് ചെന്നൈയിൽ ഇരുന്ന കമ്പനി മുതലാളി ഞെട്ടി. എന്താ കാര്യം അറിയാം? 2ാമത്തെ അച്ചീവർ, 3ാമത്തെ അച്ചീവർ, 4ാമത്തെ അച്ചീവർ കേരളത്തിൽ. പുള്ളി കേട്ടത് കേരളത്തിൽ എവിടെ ബിസിനസ്? കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിൽ പിൻകോഡ് വെച്ച് അടിച്ചത് പുള്ളി അറിയില്ല.
MS പ്രസാദ് എന്നുള്ള പേര് കേട്ടത്. എന്നിട്ട് ഞങ്ങൾ പെട്ടി മുറുക്കി ഒരു പോക്ക് പോയി തായ്ലാൻഡിലേക്ക്. ഫ്ലെക്സ് ഒന്നും വെച്ചില്ല, കാരണം ഫ്ലെക്സ് അടിക്കാനുള്ള പൈസ ഒന്നും അപ്പൊ കാര്യമായിട്ട് ഉണ്ടായില്ല, അതുകൊണ്ട് അടിച്ചില്ല. എനിവേ ഞങ്ങൾ അന്ന് ആ ഒരു പെട്ടി എടുത്ത് നടന്നു പോകുമ്പോ എന്നോട് വീട്ടിൽ നിന്ന് പെട്ടിയായിട്ട് പോകുമ്പോ എല്ലാവരും ചോദിച്ചു, എങ്ങോട്ട് പോകുന്നു? തായ്ലാൻഡ്. ഞാൻ തായ്ലാൻഡിൽ പോകും. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് തായ്ലാൻഡിൽ പോയി തിരിച്ചു വന്നപ്പോ അന്ന് വരെ ബിസിനസ് കേൾക്കാത്ത ചിലർ ചോദിക്കുക, ശരിക്കും ഇതെന്താ പരിപാടി? ഹലോ, മനസ്സിലായ? അന്നൊരു കോണ്ടസ്റ്റ് അടിച്ച് ഈ ബിസിനസ്സിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറി. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, സമയത്തിന്റെ പരിമിതിയും ലോക കോമഡി. ഞാൻ ഈ ഫ്ലൈറ്റ് കയറിയിരുന്ന് സാധാരണ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുമ്പോഴേ ഇടുക, ഞാൻ അതിനൊന്നും കാത്തുന്നില്ല, കയറിയ പാടെ ഇട്ടേച്ച്. കാരണം ഇത് എപ്പോഴാ പൊന്തെന്നൊന്നും അറിയില്ലല്ലോ. ഈ ഫ്ലൈറ്റ് റൺവേ പോയാലേ പൊന്തുള്ളൂ, അത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാനിത് ഉരുണ്ട് തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പൊ പൊന്തു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ മീൻസ് എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി. അതിനുശേഷം കമ്പനി ഒരുപാട് കോണ്ടസ്റ്റ് വെച്ചു. കമ്പനി പോയ ഒരൊറ്റ ട്രിപ്പ് MS പ്രസാദ് പോകാതിരുന്നിട്ടില്ല. എല്ലാ ട്രിപ്പിലും പോയി. തായ്ലാൻഡ്, ഫുക്കറ്റ്, മലേഷ്യ, ബാലി തുടങ്ങി ദുബായ്, കമ്പനി പോയ രാജ്യങ്ങളിലൊക്കെ ഞാൻ പോയി. 5 പൈസ ചെലവില്ല കേട്ടാ, 5 പൈസ ചെലവില്ല. കമ്പനി പിന്നെ എവിടെ കൊണ്ടായാലും ഒരു കാര്യമുണ്ട്, അതിന്റെ എക്സ്ട്രീമിലാണ് കൊണ്ടുപോകുക. നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടൊരു ഹോട്ടലിൽ താമസിച്ചാൽ ഉറപ്പിച്ചോ അതിന് മേലെ ഒരു ഹോട്ടൽ ആ നാട്ടിലില്ല. അങ്ങനെ എന്റെ കുറെ ആളുകൾ ഞാൻ ബിസിനസ് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാതെ ഇവന്മാര് കേട്ടെങ്കിൽ ഗൾഫിൽ പോയി. അപ്പോഴാണ് കമ്പനിയുടെ ദുബായ് ട്രിപ്പ് വന്ന് ഞാൻ ദുബൈയിലേക്ക് ചെന്നപ്പോൾ ഞാൻ ഇവന്മാരെ വിളിച്ചടാ ഞാനും വരുന്നുണ്ട് ദുബായ്. ഞാൻ അവിടെ ചെന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇവിടെ വരുമ്പോ ലൊക്കേഷൻ ഇടണം. കമ്പനി നമ്മളെ അവിടെ കൊണ്ട് താമസിപ്പിച്ചത് ഹിൽട്ടൺ ഹോട്ടലിൽ, ദുബായിലെ എന്താ പറയുക 7 സ്റ്റാർ ഹോട്ടലിട്ടോ ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിച്ചു. ഞാനിതൊന്നും അറിയാതെ ഇവന്മാർക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുത്തു. കുറെ കഴിഞ്ഞപ്പോ എനിക്കൊരു വിളി, എടാ നീ ഇട്ട ലൊക്കേഷൻ മാറിപ്പോയി. ഞാൻ ചതുർത്തു, നീ എവിടെയുള്ളത്? ഞാൻ പറഞ്ഞു ഹോട്ടൽ ഹിൽട്ടൺ. എടാ ഞങ്ങൾ ഹിൽട്ടന്റെ മുമ്പിലുണ്ട്. അപ്പൊ അവന്മാർ പറയുന്നു, നീ ഇവിടെ? ഞാൻ പറഞ്ഞു ഞാനിവിടെ. അവസാനം ഞാൻ ഇറങ്ങി ചെന്ന് എന്നെ കണ്ടപ്പോഴാണ് അവന്മാർക്ക് കയറി വരാൻ ധൈര്യം ഉണ്ടായത്. അവസാനം അവന്മാർ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് അവന്മാർ 16-18 വർഷം ദുബൈയിലുണ്ടായിട്ട് ഈ ഹോട്ടലിൽ കയറിയിട്ടില്ല. അവസാനം എന്നോട് ചോദിച്ചു, നിന്റെ കൂടെ എത്ര പേരുണ്ട്? ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു 1000 പേരുണ്ട്. 1000 പേരെ ഹിൽട്ടൺ ഹോട്ടൽ. നിന്റെ കമ്പനിയുടെ പേരെന്താണ്? ഡിയർ ഫ്രണ്ട്സ്, അപ്പോ ഇതൊരു അനുഭവമാണ്. ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ കോണ്ടസ്റ്റ് അടിച്ചാലും ബിസിനസ് ചെയ്യാം, അടിച്ചില്ലേലും ബിസിനസ് ചെയ്യാം. പക്ഷെ ഈ കോണ്ടസ്റ്റ് അടിക്കുന്ന ആളുകളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം ഉണ്ടല്ലോ, അതൊരു തായ്ലാൻഡിൽ പോയതിന്റെ മാറ്റമായിരുന്നു. കളിയാക്കുന്ന, കുറ്റം പറഞ്ഞ, വിമർശിച്ച ആളുകളുടെ മുമ്പിൽ ഒരിക്കലെങ്കിലും ഒന്ന് വിജയിച്ച് കാണിക്കണ്ടേ? ഈ കോണ്ടസ്റ്റ് അടിക്കാൻ നിങ്ങൾക്ക് 2 എളുപ്പ വഴി ഞാൻ പറയട്ടെ.